ഇത്രയധികം ബ്രാൻഡുകൾ ഉള്ളപ്പോൾ ഒരാൾ എന്തിന് മിൽമ ചൂസ് ചെയ്യണം? കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനിലൂടെയാണ് ക്ഷീരകർഷകരുടെ പുരോഗതി എന്നാണ്. ഇതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ. ചെറുപ്പക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ട് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. മറ്റൊരാളുടെ കീഴിൽ ജോലിയെടുക്കാതെ സ്വതന്ത്രമായിട്ട് എനിക്ക് എൻ്റെ കൃഷിയും അച്ഛനെ സഹായിച്ചുകൊണ്ട് പോയി ഇവിടെ നിന്നാൽ 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനും ജോലിക്ക് പോകുന്നു എന്ന് ചോദിക്കുന്ന നമസ്കാരം, റൈറ്റ് ആംഗിളിലേക്ക് സ്വാഗതം. മിൽമ എന്നത് മലയാളികൾക്ക് സുപരിചിതമായ പേരാണ്. മിൽമ ചെയർമാൻ ശ്രീ KS മണിയാണ് ഇന്ന് റൈറ്റ് ആംഗിൾ നമ്മുടെ അതിഥി. സ്വാഗതം. താങ്ക് യു. ദിനം പ്രതി ഒട്ടേറെ പുതിയ കമ്പനികളാണ് ക്ഷീര വ്യവസായത്തിലേക്ക് കടന്നു വരുന്നത്. ഒട്ടേറെ പുതിയ ബ്രാൻഡുകൾ വരുന്നുണ്ട്. ഈ മത്സരത്തിൽ മിൽമ എങ്ങനെ അതിജീവിക്കുന്നു? അതിനു മുമ്പ്, ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ്, നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ക്ഷീര വിപ്ലവത്തിൻ്റെ ഒരു ചരിത്രം കൂടെ ചെറുതായിട്ട് പറഞ്ഞാലേ അത് പൂർത്തീകരിക്കുകയുള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇവിടെ പാലിന് വേണ്ടി ക്ഷാമങ്ങൾ നേരിട്ടപ്പോൾ പാൽ പൊടി വരെ ഇറക്കുമതി ചെയ്താണ് ഇവിടെ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു വന്നത്. അന്ന് നമുക്കൊക്കെ അഭിമാനമായിട്ടുള്ള കേരളത്തിൻ്റെ പുത്രൻ ഡോക്ടർ വർഗീസ് കുര്യൻ ഗുജറാത്തിലെ ആനന്ദിൽ പോയി അവിടെ ത്രിഭുവൻദാസ് പട്ടേൽ എന്ന് പറയുന്ന ഒരു സഹകാരിയുമായി, ഒരു സോഷ്യൽ വർക്കറുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് പാവപ്പെട്ട ക്ഷീരകർഷകർക്ക് ഒരു അത്താണിയാകുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. അങ്ങനെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ന് വളരെ തഴച്ചു വളർന്നു വന്ന ക്ഷീര വിപ്ലവം എന്ന് പറയുന്ന വിധത്തിലേക്ക് ആനന്ദിൽ നിന്നും തുടങ്ങിയ ആ വിപ്ലവമാണ് ഇന്ന് ഇന്ത്യയിലാകെ ക്ഷീരമേഖലയ്ക്ക് കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നത്. ആ കരുത്താർജിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 70 കൊല്ലക്കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വളരെ ചെറിയ തോതിൽ തുടങ്ങി ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി നമ്മൾ മാറിയെങ്കിൽ അത് ഈ ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി നമ്മൾ ഡോക്ടർ വർഗീസ് കുര്യൻ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതിയിലൂടെയാണ്. ഇന്ന് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ ഏകദേശം 26% ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യമായി നമ്മൾ ഇന്ത്യയെ മാറ്റിയെടുക്കുന്നതിനുള്ള പങ്ക് വഹിച്ചത് ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ള പദ്ധതിയിലൂടെയാണ്. അങ്ങനെ ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 1980 മിൽമ എന്നുള്ള പ്രസ്ഥാനം കേരളത്തിലേക്കും വരുന്നത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരം യൂണിയനും അതുപോലെ എറണാകുളം യൂണിയനും 85 ആകുമ്പോഴേക്കും 2 യൂണിയനുകൾ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംഘങ്ങളെ, പ്രാഥമിക ക്ഷീര സംഘങ്ങൾ പുതിയതായി ഡെവലപ്പ് ചെയ്ത് ക്ഷീരകർഷകരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് അവരുൽപ്പാദിപ്പിക്കുന്ന പാല് മുഴുവൻ എടുത്തുകൊണ്ട് അവർക്ക് ന്യായമായ വില നൽകി സംരക്ഷിച്ച് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് മിൽമ എന്നുള്ള ആവിർഭാവത്തിലൂടെയാണ്. സംസ്ഥാനത്ത് പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പകുതിയിലധികവും ഉൽപ്പാദിപ്പിക്കുന്നത് മലബാർ മേഖലാ യൂണിയനാണ്. ഒരു കാലത്ത് ഒരു സാധ്യതയുമില്ല എന്ന് കണക്കാക്കിയിരുന്ന മലബാർ മേഖലാ യൂണിയനാണ് ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ പകുതിയിലധികം ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിയാൽ കാണുന്നത്. മറ്റൊന്ന്, താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരും. ഇന്നത്തുള്ള മത്സരാധിഷ്ഠിത കമ്പോളത്തിൽ ഒരുപാട് ബ്രാൻഡുകളൊക്കെ വരുന്നുണ്ട്. നമുക്കറിയാം 1991 വരെ മിൽമയും അതുപോലെ തന്നെ ക്ഷീര വ്യവസായവും ഒരു മൊണോപ്പൊളി ആയിരുന്നു. സഹകരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വൻകിട ആൾക്കാരുടെ മാത്രമായിരുന്നു.
1991 ലിബറലൈസേഷനൊക്കെ വന്നതിന് ശേഷമാണ് 10,000 ലിറ്റർ പാല് പ്രോസസ്സ് ചെയ്യാൻ പറ്റാവുന്ന ആർക്കും ക്ഷീര വ്യവസായം തുടങ്ങാമെന്നുള്ള നിയമപ്രാബല്യത്തിൽ വന്നതിന് ശേഷമാണ് സ്വകാര്യ വ്യക്തികൾ ചെറുതും വലുതുമായിട്ട് ക്ഷീരമേഖലയിൽ വന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ മത്സരങ്ങൾ വളരെ കൂടുതലാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് 45 വർഷക്കാലമായി ഇപ്പോൾ ഇന്ന് സംസാരിക്കുമ്പോൾ കേരള ജനങ്ങളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ഒരു ബ്രാൻഡാണ് മിൽമ. താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. മിൽമ എന്ന് പറഞ്ഞാൽ കേരള ജനതയെ പഠിപ്പിക്കേണ്ടത് ഒരു ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു ബിസിനസ് നമുക്ക് കേരളത്തിൽ കിട്ടുന്നതിന് ഒരു പ്രയാസമില്ല. പക്ഷേ ഒരു വ്യവസായ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇന്നത്തെ മത്സരാധിഷ്ഠിത കമ്പോളത്തിൽ ധാരാളം ആൾക്കാർ ഈ മേഖലയിൽ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ആ മത്സരങ്ങൾ നേരിട്ട് നമ്മളുടെ വിൽപ്പന നമ്മൾ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്രയധികം ബ്രാൻഡുകൾ ഉള്ളപ്പോൾ ഒരാൾ എന്തിന് മിൽമ ചൂസ് ചെയ്യണം? അത് 2-3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായത്. ഒന്ന്, ഇതര ബ്രാൻഡുകളും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഇത് കേരളത്തിലെ ക്ഷീരകർഷകരുടെ പ്രസ്ഥാനമാണ്. KS മണി ചെയർമാനായിട്ട് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു ക്ഷീരകർഷകനായിട്ടാണ് ഈ മിൽമയുടെ ചെയർമാനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ലാഭമായാലും നഷ്ടമായാലും അത് നേരിട്ട് അനുഭവിക്കേണ്ടത് ക്ഷീരകർഷകർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയോ കുറച്ച് വ്യക്തികൾക്കല്ല ഇതിൻ്റെ ലാഭം കിട്ടുന്നത്. എന്ത് നേട്ടമുണ്ടായാലും അതിൻ്റെ പ്രയോജനം ക്ഷീരകർഷകർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. അത് കേരള ജനതയ്ക്ക് പ്രത്യേകിച്ചറിയാം. ഇത് കേരളത്തിലെ ക്ഷീരകർഷകരുടെ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ആ പാല് ഉപയോഗിക്കുക, മിൽമ ബ്രാൻഡ് ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു സഹകരണ പ്രസ്ഥാനത്തിലെ ക്ഷീരകർഷകരുടെ പ്രസ്ഥാനമായി പോകുന്നത് കൊണ്ട് മറ്റാരെങ്കിലുമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയിലേ ഇല്ല. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി പാലും ഉൽപ്പന്നങ്ങളും കൊടുത്ത് ഒരു മോഡറേറ്റ് അഫോർഡബിൾ റേറ്റിൽ കൺസ്യൂമേഴ്സിന് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പോകുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മളെ മിൽമ എന്നുള്ളത്. ഈ 2 കാര്യങ്ങളുള്ളത് തന്നെ ജനങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ മിൽമയിലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. കാരണം നമ്മളൊരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഇനി ഏതെങ്കിലും വിധത്തിൽ ക്വാളിറ്റി ഇപ്പോൾ ലാർജ് സ്കെയിലിൽ നമ്മളൊരു പ്രൊഡക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് ഉൽപ്പന്നങ്ങളാണെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ബാച്ചിൽ ക്വാളിറ്റി ഇഷ്യൂസ് വന്നാൽ അത് അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മളെ കൺസ്യൂമേഴ്സിനെ താല്പര്യപ്പെടുത്തിക്കൊണ്ട് ആണ് മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് മിൽമ തുടങ്ങുമ്പോഴുണ്ടായിരുന്ന ഒരു ടാഗ് ലൈൻ തന്നെ. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനിലൂടെയാണ് ക്ഷീരകർഷകരുടെ പുരോഗതി എന്നാണ്. ഇതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ. അപ്പോൾ കൺസ്യൂമേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസിലാണ് നിൽക്കുന്നത്. അവരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ അല്ല, ഇപ്പോൾ ഒരു പടി കടന്ന് നമ്മൾ ചിന്തിക്കുന്നത് അവരുടെ ഡിലൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിലൂടെ കർഷകരുടെ പുരോഗതിയാണ്. ആ കാര്യം സംബന്ധിച്ചു ക്ഷീരകർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ മിൽമ പാലിന് മറ്റ് പാലുകളെ അപേക്ഷിച്ച് വില കൂടുതലാണ്. മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുകയാണെങ്കിൽ 10 രൂപ വരെ വ്യത്യാസമുണ്ട് 1/2 ലിറ്റർ പാലിനകത്ത്. ഇതൊരു ഉപഭോക്താവിനെ സംബന്ധിച്ച് ആശ്വാസകരമായൊരു രീതിയാണോ? അപ്പോൾ താങ്കൾ പറഞ്ഞതിൽ ഒരു അവ്യക്തത എനിക്ക് വരുന്നുണ്ട്. വില കുറവെന്ന് പറഞ്ഞാൽ അയൽ സംസ്ഥാനങ്ങളിൽ സംഭരിക്കുന്ന കർഷകർ കൊടുക്കുന്ന വില കുറച്ചു കൊടുത്ത് സംഭരിക്കുന്ന വില കുറവായിരിക്കും. പക്ഷേ അത്തരം പാലുകൾ കൊണ്ട് വിൽക്കുന്ന സ്വകാര്യ വ്യക്തികളായാലും അല്ലെങ്കിൽ ആരായാലും ഇവിടെയുടെ വിൽപ്പന വിലയിൽ കുറവൊന്നും ഉള്ളതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. MRP സെയിം തന്നെയാണ്. മിൽമ എന്ത് വിലയ്ക്കാണ് കൊടുക്കുന്നത്? ഉദാഹരണത്തിന് ഞങ്ങൾ ടോണ്ട് മിൽക്ക് ഇവിടെ ഹോമജനൈസ്ഡ് മിൽക്ക് കൊടുക്കുന്ന 1 ലിറ്റർ പാലിന് 52 രൂപയാണ്. അത് തന്നെയാണ് 35 രൂപയ്ക്ക് പാല് കിട്ടുന്ന അയൽ സംസ്ഥാനങ്ങളിലെ പാല് കൊണ്ടുവന്നും വിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അന്തരം എന്ന് പറയുന്നത് വിൽപ്പനക്കാർ ആരാണോ നടത്തുന്നത് അവർക്ക് അമിത ലാഭം ഉണ്ടാക്കുക എന്നല്ലാതെ അത് കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഒന്ന്. രണ്ടാമതൊരു കാര്യമുള്ളത്, ഞങ്ങൾക്കൊരു ചാലഞ്ച് ഉണ്ട് അതിനകത്ത്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് പാൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ലാഭം വളരെ വലുതാണ്. അതൊരു ത്രെറ്റ് ഞങ്ങൾക്ക് വരുന്നത് ഞങ്ങളുടെ ഏജൻറ്റുമാരെയൊക്കെ സമീപിച്ച് നമ്മൾ കൊടുക്കുന്ന കമ്മീഷന് 2 മടങ്ങും 3 മടങ്ങും കമ്മീഷൻ കൊടുത്തു. 3 മടങ്ങെന്ന് പറഞ്ഞ് കൊടുക്കുന്നു എന്നറിയില്ല, എന്തായാലും 2 മടങ്ങ് കമ്മീഷനൊക്കെ കൊടുത്ത് അവരെ അവരുടെ പാല് വിൽക്കുന്നതിന് ചെറിയ തോതിൽ ആകർഷിക്കുന്നതിന് ഇത്തരം മാർജിൻ ഇവരെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. കൺസ്യൂമേഴ്സിന് അതുകൊണ്ടൊരു വലിയ പ്രയോജനമില്ല. പക്ഷേ എറണാകുളത്തെ ചായക്കടകൾ നോക്കുകയാണെങ്കിൽ അവിടെ ഭൂരിപക്ഷം ചായക്കടകളിലും മിൽമ പാലല്ല ഉപയോഗിക്കുന്നത്. മറ്റ് നിലവാരം കുറഞ്ഞ വില കുറഞ്ഞ പാലുകളാണ് അവരെടുക്കുന്നത്. ഇത് 2 വിധത്തിൽ നമുക്ക് കാണണം. ഒന്ന്, ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിക്കണം എന്നുള്ള കൺസ്യൂമേഴ്സിൻ്റെ ചിന്ത വരുമ്പോൾ മിൽമയല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ പൊതുസമൂഹത്തിനില്ല. പക്ഷേ
ലാഭമാണ് നമ്മുടെ പ്രധാന കാഴ്ചപ്പാടെങ്കിൽ വില കുറഞ്ഞ പാല് മേടിച്ച് ഒരു പക്ഷേ അതുകൊണ്ട് അവർക്ക് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന വരുമാനം ജീവിതമാർഗ്ഗമായിരിക്കും. ഈ ചെറിയ ചായക്കടയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. അവർക്ക് വൈകുന്നേരം അത് കടയടച്ച് പോകുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ തോത് ഒരു പക്ഷേ മിൽമ പാല് മേടിച്ച് വെക്കുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് മറ്റു കാര്യത്തിലേക്ക് പോകുമായിരിക്കും. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മിൽമയുടെ ഒരു യാത്രയിൽ ക്ഷീര കർഷകരെയും ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരെയും ഒപ്പം നിർത്തിക്കൊണ്ടൊരു യാത്രയായിരുന്നു. അതെങ്ങനെയായിരുന്നു ഇവിടം വരെ എത്തിയത്? നമുക്കറിയാം, ഞാൻ നേരത്തെ ഇതിൻ്റെ ചരിത്രം പറഞ്ഞതുപോലെ തന്നെ രാജ്യത്ത് ഇന്ന് ഏകദേശം 8 കോടി കുടുംബങ്ങൾ ജീവിക്കുന്നത് ക്ഷീരമേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. 8 കോടി കുടുംബങ്ങൾ, അല്ലാതെ ആൾക്കാരല്ല. ശരാശരി ഒരു കുടുംബത്തിൽ 4 പേര് 5 പേരെടുത്താൽ 5 പേരെടുക്കുകയാണെങ്കിൽ ഏകദേശം 40 കോടി ജനങ്ങളെ ഇന്ത്യയിലെ എക്കണോമി, ഈ താഴെ തട്ടുള്ള എക്കണോമി ഡ്രൈവ് ചെയ്യുന്നത് ഈ വിഭാഗത്തിലൂടെയാണ്. അത് വലിയൊരു ആശ്വാസമാണ് നിൽക്കുന്നത്. ഇത് ഡയറക്റ്റായിട്ട് ബെനിഫിറ്റ് ആണെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ, നമ്മളെ വിൽപ്പനക്കാർ, അതുപോലെ തന്നെ പ്രാഥമിക ക്ഷീര സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ, നമ്മളുടെ ഈ ട്രാൻസ്പോർട്ടിങ് ലോജിസ്റ്റിക്കിൽ ഇടപെടുന്ന ആൾക്കാരൊക്കെ നോക്കിയാൽ വലിയൊരു വിഭാഗത്തിൻ്റെ ജീവിതമാർഗം ഈ മേഖല കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജി ഡി പിയിൽ വളരെ കൺസിഡറബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നതും രാജ്യത്ത് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ നമ്മൾ ഡയറി സെക്ടർ നമ്മൾ നടത്തുന്നുണ്ട്. കേരളത്തിൻ്റെ സ്ഥിതി തന്നെ എടുക്കാം. കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും പ്രയാസമേറിയ കാലഘട്ടം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത്. കോവിഡ് നമുക്കൊരു ഭീഷണിയായിരുന്നു. ലോകം മുഴുവൻ വിറപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അന്ന് വീട്ടിൽ നിന്നും പുറത്തു പോലും ഇറങ്ങാൻ കഴിയാതെ, വരുമാന മാർഗമില്ലാതെ സർക്കാരിൻ്റെ സഹായം, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അന്ന് കേരള സർക്കാർ കൊടുക്കുന്ന കിറ്റ് അതുകൊണ്ട് മാത്രം ജീവിച്ചു പോയ ഒരു വിഭാഗം ഉണ്ടാവുമ്പോഴും ഒരു പ്രയാസമില്ലാതെ സാധാരണ പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരേ ഒരു വിഭാഗമേ കേരളത്തിൽ അന്നുണ്ടായിട്ടുള്ളൂ. അത് ക്ഷീരകർഷകരാണ്. അതെന്താ കാരണം? ഈ കോവിഡ് വന്നപ്പോഴും നമ്മൾ ക്ഷീരസംഘങ്ങളിലെ ജീവനക്കാരും ഭരണസമിതിയും മിൽമയുമായി ആലോചിച്ച് സാധാരണ പോലെ കർഷകർ കൊണ്ടുവരുന്ന പാല് ഒരു ദിവസം ഒരു നേരം പോലും നഷ്ടപ്പെടാതെ, അവർക്ക് ഒരു പൈസയുടെ കുറവില്ലാതെ അവരുടെ പാല് സാധാരണ പോലെ നമ്മൾ സംഭരിച്ചുകൊണ്ട് അവരെ നിലനിർത്തി കൊണ്ടുവന്നു. പക്ഷേ അവിടെ നമുക്ക് മറ്റൊരു പ്രശ്നം മിൽമയ്ക്കുണ്ടായി. കാരണം ആദ്യ വർഷം നമുക്ക് 10-25 കോടി രൂപ പാല് നമ്മൾ സംഭരിച്ചെങ്കിലും കോവിഡ് കാരണം നമുക്ക് വിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് അതൊക്കെ പൗഡറാക്കി അയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-24-25 കോടി രൂപ നമുക്ക് ഒരു വർഷം നമുക്ക് നഷ്ടമുണ്ടായിരുന്നു. രണ്ടാമത്തെ കോവിഡിലും നമ്മൾ കേരളത്തിലെ 3 യൂണിയനുകളായിട്ട് കണക്കാക്കിയാൽ ഏകദേശം 10-40 കോടിയോളം രൂപ നമുക്ക് നഷ്ടം വന്നു. അപ്പോൾ ഏകദേശം ഒരു 65-70 കോടി രൂപ 2 കൊല്ലം കൊണ്ട് മിൽമയ്ക്ക് നഷ്ടം വന്നു, പൊടിയാക്കി സൂക്ഷിക്കുന്നതും ക്യാഷ് ഫ്ലോ അഫക്റ്റഡ് ആയിട്ടും. പക്ഷെ അതൊക്കെ ഉണ്ടാകുമ്പോഴും വളരെ വിദഗ്ധമായ ധനകാര്യ മാനേജ്മെൻറ്റിലൂടെ കർഷകർക്ക് ഒരു ദിവസം പോലും പൈസ കൊടുക്കുന്നത് മുടങ്ങാതെ സാധാരണ പോലെ കേരളത്തിലെ ക്ഷീര കർഷകരെ സംരക്ഷിച്ച് നിർത്തി ഈ കോവിഡ് കാലത്ത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ആ സമയത്ത് നമ്മളൊരു കമ്പാരിസൺ കൂടെ നടക്കണം. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ പലതും മാധ്യമ വാർത്തകളിൽ കൂടെ കണ്ടതാണ്. അന്ന് പാല് വിൽക്കാൻ കഴിയാതെ കടലിലും ഒക്കെ ഒഴുക്കിക്കളയുന്ന അവസരത്തിൽ ആ പാല് സാധാരണ തന്നെ നമ്മളിവിടെ കൊടുക്കുന്നതിനേക്കാളും 10 രൂപയിൽ ഇറങ്ങി, താങ്കൾ പറഞ്ഞ പോലെ വില കുറഞ്ഞിട്ടാണ് എടുക്കുന്നത്. പക്ഷേ കോവിഡ് സമയത്ത് 1 ലിറ്ററിന് 15 രൂപയ്ക്ക് പാല് കൊടുക്കേണ്ടുന്ന ഗതികേടിലേക്ക് വന്ന കർഷകരുടെ വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ കർഷകന് ആ സമയത്ത് ആര് വന്നിട്ട് ഒരു വിലയും തന്നില്ലെങ്കിലും അതങ്ങ് ഒഴിവാക്കാനുള്ള സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോഴാണ് 15 രൂപയ്ക്ക് കൊടുക്കുമ്പോഴാണ് ഇവിടെ സാധാരണ പോലെ അന്ന് ശരാശരി 42 രൂപ 43 രൂപ കൊടുത്ത ആ വിലയിൽ നിന്ന് ഒരു പൈസ കുറവാക്കാതെ കംപ്ലീറ്റ് പാലെടുത്തുകൊണ്ട് കർഷകരെ സംരക്ഷിച്ചു എന്നുള്ളത് ഒരുപക്ഷേ കോവിഡിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മിൽമയുടെ ചരിത്രത്തിൽ ഒരു തങ്കലിപികളിൽ എഴുതേണ്ടുന്ന ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയത്. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് കാലത്ത് മിൽമ വളരെ പ്രശംസനീയമായ നടപടികളാണ് സ്വീകരിച്ചത്. ക്ഷീര കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മിൽമയുടെ ഭാഗത്തു നിന്നുണ്ടായി. മിൽമ എങ്ങനെയാണ് മറ്റ് പ്രൈവറ്റ് പ്ലേയേഴ്സിനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ പാലിൻ്റെ ഗുണനിലവാരവും അതിൻ്റെ സുരക്ഷയും മറ്റും ഉറപ്പാക്കുന്നത്? അത് 1-2 വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തതല്ല. ഞാൻ പറഞ്ഞല്ലോ, മിൽമ തുടങ്ങിയിട്ട് 45 കൊല്ലമായി. 45 വർഷത്തിനകത്ത് പടിപടിയായി പ്രാഥമിക സംഘങ്ങളിലൂടെ സംഘത്തിലെ ജീവനക്കാരെ, ഭരണസമിതിയെ, അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള കർഷകരെ പാലിൻ്റെ ക്വാളിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത്.
മിൽമ വരുന്നതിന് മുമ്പ് നമ്മൾ പാലെടുക്കുന്നത് പല ഭാഗത്തും, ഇവിടെ മാത്രമല്ല, അളവിന് പൈസ കൊടുക്കുന്ന ഒരു രീതി മാറ്റിയിട്ട് അതിനകത്തുള്ള ഫാറ്റും SNFും കണക്കാക്കി അതിനൊരു ചാർട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള പാല് തരുന്ന കർഷകനെ ഏറ്റവും കൂടുതൽ വില കിട്ടുന്നൊരു സമ്പ്രദായം വന്നപ്പോൾ തന്നെ അതിന് മായം ചേർക്കുകയോ അല്ലെങ്കിൽ ക്വാളിറ്റി കോൺഷ്യസ് നമ്മൾ ഫാർമേഴ്സിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വന്നു. താങ്കൾ തന്നെ നമുക്കറിയാം, മിൽമ തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ ക്യാനിലൊക്കെ പാല് സംഭരിച്ച് ദൂരെ നമ്മൾ ഡയറിയിൽ കൊണ്ട് പ്രോസസ്സ് ചെയ്യുന്ന സംവിധാനമൊക്കെ മാറ്റി ഇന്ന് സംഘങ്ങളിൽ തന്നെ BMC ബൾക്ക് മിൽക്ക് കൂളർ എന്നുള്ള സംവിധാനം വന്ന് പാല് കൊണ്ടുവന്നാൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ സംഘത്തിൽ ആ പാല് തണുപ്പിച്ച് അതിനെ കേടുകൂടാതെ അതിൻ്റെ ഗുണനിലവാരം സംരക്ഷിച്ചുകൊണ്ട് ഡയറിയിൽ കൊണ്ടുപോകുന്ന സ്ഥിതിയാണ്. ഡയറിയിൽ പാല് കൊണ്ടുപോകുന്നത് ഈ BMCന്ന് ടാങ്കറുകളൊന്ന്, ഇൻസുലേറ്റഡ് ടാങ്കറുകളൊന്ന് പമ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു വിധത്തിലും അതിൻ്റെ സ്വതസിദ്ധമായ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ കൊണ്ടുപോകുന്ന സംവിധാനം കേരളത്തിൽ പൊതുവെ നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ്, അപ്പോൾ താങ്കളുടെ അറിവിലേക്കാണ്, മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വന്നതാണ്, കഴിഞ്ഞ കൊല്ലം 8-9 മാസം മുമ്പ് യൂണിയൻ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിലെ ഇതുപോലെയുള്ള പാലിൻ്റെ ഗുണനിലവാരം പരിശോധിച്ചപ്പോൾ MBRT അണുഗുണനിലവാരത്തിൽ ഏറ്റവും മികച്ച അണുഗുണനിലവാരമുള്ള പാല് മിൽമയുടെ മലബാർ മേഖലാ യൂണിയൻ്റെയാണെന്ന് അവർ തന്നെ പ്രസിദ്ധപ്പെടുത്തിയ രേഖയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് പോവുക എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, മെച്ചപ്പെട്ട ക്വാളിറ്റി കൊടുക്കുമെന്ന് പറയുമ്പോൾ വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ കൊടുത്താൽ ഏറ്റവും ഗുണനിലവാരമുള്ള പ്രോഡക്റ്റ് കിട്ടുന്നുള്ളത് ഒരു സാമാന്യ നീതിയാണ്. ഈ മിൽമയുടെ ഈ വില നിർണ്ണയ പ്രക്രിയയിൽ ക്ഷീരകർഷകർ തൃപ്തരാണോ? നമ്മൾ പിന്നെ കേരളത്തിലെ ഒരു സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ കേരളത്തിലെ കിട്ടുന്നതിനേക്കാളും 10 രൂപയിലധികം 1 ലിറ്ററിൽ പാല് കിട്ടുന്ന സംസ്ഥാനങ്ങളാണ് കേരളത്തിൽ നിന്ന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളും. അയൽ സംസ്ഥാനങ്ങളൊക്കെ നോക്കിയാൽ തമിഴ്നാടായാലും കർണാടകയിലായാലും മറ്റേത് സംസ്ഥാനങ്ങളായാലും അവിടെയൊക്കെ ഓരോരോ കൊല്ലം പാലിൻ്റെ സംഭരണം ഇങ്ങനെ വർദ്ധിച്ച് വരുമ്പോൾ ക്ഷീരകർഷകർ സംതൃപ്തരല്ലാതെ അത്രയധികം വർധന ഉണ്ടാവില്ലല്ലോ. ഞാനീ പറഞ്ഞ പോലെ 6% വർധനവാണ് ദേശീയ തലത്തിൽ ക്ഷീരമേഖലയിലെ ഒരു കൊല്ലം സംഭരണത്തിൽ ഉണ്ടാകുന്നത്. അത് നമ്മൾ വേൾഡ് ആവറേജ് നോക്കിയാൽ 2% താഴെ വർധന ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യയിൽ 6% വർധനം ഉണ്ടാകുന്നത്. അതിനർത്ഥം കേരളം നമുക്ക് മാറ്റി നിർത്താം. കേരളത്തിൽ നിന്ന് പുറത്ത് ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം സംതൃപ്തരായിട്ടായിരിക്കുമല്ലോ ഇത്രയധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് അമൂല്, ഞങ്ങളൊക്കെ മാതൃകയായി എടുക്കുന്ന അമൂല് ഒരു ദിവസം സംഭരിക്കുന്നത് 300 ലക്ഷം ലിറ്ററാണ്. തൊട്ടടുത്ത് ഇവിടെ കർണാടക ഫെഡറേഷൻ, അവിടെ 84 ലക്ഷം ലിറ്ററായിരുന്നു കഴിഞ്ഞതിന് മുമ്പിലത്തെ കൊല്ലം. കഴിഞ്ഞ കൊല്ലം അവർ 96 ലക്ഷത്തിലേക്ക് വന്നു. 100 ലക്ഷം ലിറ്റർ എത്തുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ കർഷകർ തൃപ്തരല്ലെങ്കിൽ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, അല്ലാതെ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി അങ്ങനെയാണ്. അവർ തൃപ്തരല്ലെങ്കിൽ ഇത്രയധികം പാലിൻ്റെ ഉൽപ്പാദനം ഉണ്ടാവില്ല. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതര സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്താൽ കേരളം ക്ഷീരമേഖലയ്ക്ക് അത്ര ഗുണപരമായിട്ടുള്ളൊരു സംസ്ഥാനമെന്ന് ഞങ്ങളും അവകാശപ്പെടുന്നില്ല, ആരും അവകാശപ്പെടുന്നില്ല. പ്രധാന കാരണങ്ങളൊക്കെ നമുക്കറിയാം. ഒന്ന്, സ്ഥലപരിമിതി. ക്ഷീരമേഖലയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായി പറയുന്നൊരു കാര്യം തീറ്റ ചെലവാണ് ഏറ്റവും ഇതിൻ്റെ പ്രധാനം. അത് കൊടുക്കുന്നതിന് ധാരാളം പുല്ല്, ചോളത്തണ്ട് തുടങ്ങിയ കൃഷികൾ ചെയ്യണം. നമുക്കിവിടെ ചെയ്യാനുള്ള അതിനുള്ള സ്ഥലപരിമിതിയാണ്. നമ്മളെ വില്ലേജും അതുപോലെ തന്നെ നഗരവും തമ്മിലുള്ള അന്തരം വളരെ വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്താൽ കേരളത്തിൽ ആർക്ക് യാത്ര ചെയ്യാൻ അറിയാം. അപ്പോൾ അതിനുള്ള സാഹചര്യം വളരെ സ്ഥലപരിമിതി ധാരാളമുണ്ട്. ഒന്ന്. രണ്ട്, നമ്മൾ ഏറ്റവും ഹൈലി എഡ്യൂക്കേറ്റഡ് ഒരു കമ്മ്യൂണിറ്റിയാണ് കേരളത്തിൽ. നമ്മളറിയാമല്ലോ, രാജ്യത്ത് തന്നെ ഏറ്റവും സാക്ഷരതയായ ഒരു വിഭാഗമാണ്. അവർക്ക് ഒരു പറ്റിയ ജോലിയാണ് ക്ഷീരമേഖല എന്ന് ഇനിയും തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ക്ഷീരമേഖലയിലുള്ളത് പഴയ കാലത്തുണ്ടായിരുന്ന പ്രായം ചെന്ന കുറേ ആൾക്കാർ ഈ മേഖലയിലുള്ളവരല്ലാതെ പുതിയ തലമുറയിലേക്ക് വരണമെങ്കിൽ അത് കുറേ കൂടെ നമ്മൾ ഇടപെടൽ നടത്തി അത് ആകർഷകമാക്കി കൊണ്ടുപോകണം. ആകർഷകമാക്കണം എന്ന് പറഞ്ഞാൽ വില കൂട്ടിയിട്ട് കൺസ്യൂമേഴ്സിൻ്റെ ഇന്ന് കൊടുക്കുന്ന 52 രൂപ 80 രൂപയാക്കി കർഷകരെ ആകർഷിക്കാൻ കഴിയില്ല നമുക്ക്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് പോകണം. കൺസ്യൂമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കൊടുക്കണം, അതോടൊപ്പം തന്നെ നമുക്ക് ഈ മേഖലയിൽ നിൽക്കുന്നവരെ ആകർഷകമാക്കണം. അതിന് നമ്മൾ 2-3 പ്രപ്പോസൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മിൽമ ഈ കഴിഞ്ഞ കൊല്ലം നടപ്പിലാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഉൽപ്പാദന ചെലവിൽ വരുന്നത് തീറ്റ ചെലവാണ് നമ്മൾ ഈ ക്ഷീരമേഖലയ്ക്ക്. അപ്പോൾ തീറ്റ ചെലവിനെ ഒന്ന് കുറയ്ക്കുന്നതിന്
ഈ ഫാർമേഴ്സിന് സഹായം കിട്ടുന്നതിന് സർക്കാരും അതുപോലെ തന്നെ മിൽമ ചരിത്രത്തിലാദ്യമായി 44 കൊല്ലത്തിൽ കഴിഞ്ഞ വർഷം മലബാർ മേഖലാ യൂണിയൻ പ്രത്യേകിച്ചിട്ട് 12 മാസവും സബ്സിഡി റേറ്റിൽ കാലിത്തീറ്റയും അതുപോലെ തന്നെ ചോളത്തണ്ടും സൈലേജും പുല്ലും കൊടുത്തുകൊണ്ടിരുന്ന 12 മാസവും കൊടുത്ത ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ കൊല്ലം കൊടുത്തത്. അതൊരു ആശ്വാസമായി. അതുപോലെ 12 മാസവും ലാഭത്തിൻ്റെ വിഹിതം അധിക പാൽ വിലയായി കൊടുത്തതും നമുക്ക് മലബാറിൽ കൊടുത്തു, തിരുവനന്തപുരം യൂണിയനിൽ കൊടുത്തു, എറണാകുളത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ 1 ലിറ്ററിന് 15 രൂപ അധിക വില ഒരു മാസമാണെങ്കിലും കൊടുത്ത എറണാകുളം യൂണിയനിലുണ്ട്. അപ്പോൾ അത് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കർഷകൻ്റെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക. 2, അവർ ഉൽപ്പാദിപ്പിക്കുന്ന പാല് മുഴുവൻ ഗുണനിലവാരത്തിനനുസരിച്ചിട്ട് നമുക്ക് വില കൊടുക്കുക. മറ്റൊരു കാര്യം നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പാൽവില വർധനവിന് നമ്മളിപ്പോൾ സർക്കാരിൻ്റെയും കൂടെ ഒരു അംഗീകാരത്തോടുകൂടി 6 രൂപയാണ് പാൽവില വർദ്ധിപ്പിച്ചത്. നമ്മൾ 6 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ 5 രൂപ 3 പൈസ കർഷകന് കൊടുക്കണം എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ വർദ്ധിപ്പിച്ചത്. 84% കർഷകന് തന്നെ കൊടുക്കണം എന്നും പറഞ്ഞ് 5 രൂപ 3 പൈസ. നമ്മൾ ചാർട്ട് എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ പല സംഘങ്ങളിലൂടെയും കർഷകർ കൊടുക്കുമ്പോൾ ഈ 5 രൂപ 3 പൈസയ്ക്ക് പകരം 6 രൂപയും 6.5 രൂപയും 1 ലിറ്ററിന് അധിക വില കിട്ടുന്ന ധാരാളം കർഷകരുണ്ട്. ഒറ്റപ്പെട്ട കേസല്ല, ധാരാളം കർഷകരുണ്ട്. കാരണം ചാർട്ടിൽ ക്വാളിറ്റി കൂടിയാൽ അവർക്ക് നല്ല വില കിട്ടും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്, മിൽമയ്ക്ക് കൊടുക്കേണ്ടത് 5 രൂപ 3 പൈസയാണ് 1 ലിറ്റർ പാലിന് കൊടുക്കണമെങ്കിൽ ഈ 6.5 രൂപ കർഷകന് കൊടുക്കുന്ന സ്ഥിതി വന്നാൽ മിൽമയ്ക്ക് അത്രയും നഷ്ടമാണ്. പക്ഷേ മിൽമ അതിൻ്റെ നഷ്ടവും ലാഭവും നോക്കിയല്ല ചെയ്യുന്നത്. കർഷകർക്ക് അമിതമായ ലാഭം കിട്ടണം. ഇനി മിൽമയ്ക്ക് കൂടുതൽ ലാഭം ഉണ്ടായാൽ ആ ലാഭവും കർഷകർക്ക് തന്നെ കൊടുക്കുന്നത് കൊണ്ട് അത് നമ്മൾ കർഷകരെ സംരക്ഷിക്കാൻ പോകുന്നുണ്ട്. കൂടാതെ വൈദ്യസഹായത്തിന് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർഷക ക്ഷേമ പരിപാടികൾ, ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ എടുത്താൽ മിൽമ സംസ്ഥാനത്ത് 125.5 കോടി രൂപയാണ് ലാഭത്തിൻ്റെ നിന്നും അധികമായി ഈ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി 125 കോടി രൂപയാണ് മിൽമയുടെ ലാഭത്തിൽ നിന്ന് കൊടുത്തത്. ആദ്യം നമ്മൾ ചോദിച്ച പോലെ എന്തുകൊണ്ട് മിൽമ ഈ പറഞ്ഞ കേരളത്തിലെ കൺസ്യൂമേഴ്സ് നോക്കുമെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതിൻ്റെ ലാഭം ഏതെങ്കിലും വ്യക്തികൾക്കോ വ്യക്തിക്കോ പോകുന്നതല്ല. ഇത് കിട്ടുന്ന 1 രൂപയുണ്ടെങ്കിൽ മലബാറിലെ സ്ഥിതി കൃത്യമായിട്ട് എനിക്കറിയാം. അറ്റ ലാഭത്തിൻ്റെ 98% കർഷകർക്ക് തന്നെയാണ് അധിക വിലയും നമ്മൾ കാലിത്തീറ്റ സബ്സിഡി ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പം ഏതാണ്ട് 4500 കോടി രൂപയാണ് മിൽമയുടെ വിറ്റുവരവ്. ഈ തുക കർഷകരിലേക്ക് തന്നെ, ഇതിൻ്റെ ലാഭം കർഷകരിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നുവെന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത്. അവകാശമല്ല, ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാളെ ചെയ്യാൻ പോകുന്നതല്ല. കഴിഞ്ഞ കൊല്ലം നമ്മൾ 125.5 കോടി രൂപ ലാഭത്തിൻ്റെ കർഷകർക്ക് തന്നെയായിട്ട് അധിക പാൽവിലയും കാലിത്തീറ്റ സബ്സിഡിയും കൊടുത്ത കാര്യമാണ് പറയുന്നത്. ഇപ്പം നടക്കുന്നത്, നമ്മളിന്നിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ മാർച്ച് മാസം ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് 300 രൂപ കിഴിവിലാണ് മിൽമ കൊടുക്കുന്നത്. അവിടെ മാധ്യമങ്ങൾ, താങ്കൾ മാധ്യമം എന്നല്ല പൊതുവെ പറയുന്നത്, ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഈ ഉൽപ്പാദന ചെലവിലെ കാലിത്തീറ്റയുടെ വില ഇങ്ങനെ അടിക്കടി ഇങ്ങനെ കൂടി കർഷകർ വല്ലാത്ത പ്രയാസത്തിലാണെന്ന് പറയുന്നുണ്ട്. വസ്തുതയുണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യം ആധികാരികമായി പറയുന്നത്, മിൽമ കാലിത്തീറ്റയ്ക്ക് അങ്ങനെ വില കൂട്ടിയിട്ടില്ല. 2019 വില കൂട്ടിയപ്പോൾ പിന്നെ കോവിഡൊക്കെ വന്നപ്പോൾ 10 പൈസ വില കൂട്ടാതെ മിൽമ ഫാക്ടറികൾ ഭീമമായ നഷ്ടത്തിൽ 10-18 കോടി രൂപ നഷ്ടം വന്നിട്ടും 1 പൈസ പോലും വില കൂട്ടാതെ കർഷകരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തി. ഞാൻ കോവിഡ് സമയത്ത് പറഞ്ഞതുപോലെ. അത് കഴിഞ്ഞ് 2022 പാൽ വില കൂട്ടുന്നതിൻ്റെ 1 മാസം മുമ്പാണ് നമ്മൾ വില കൂട്ടിയത്. അങ്ങനെയാണ് ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് 1550 രൂപയാക്കിയിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 12 മാസവും ചെറിയ തോതിൽ ഇങ്ങനെ ആനുകൂല്യം കൊടുത്തു. ഇപ്പോൾ അവസാനം മാർച്ചിൽ 300 രൂപ കൊടുക്കുമ്പോൾ 300 രൂപ കുറവ് കൊടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. 300 രൂപ കുറവ് കൊടുക്കുമ്പോൾ 2019 മിൽമ കാലിത്തീറ്റയ്ക്ക് എന്താണോ വില, അതിനേക്കാൾ 54 രൂപ കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാലിത്തീറ്റയുടെ വില ഇങ്ങനെ അനുദിനം കൂടുന്നു എന്നുള്ള മാധ്യമ വാർത്ത മറ്റു കാലിത്തീറ്റകളായിരിക്കും. മിൽമ കാലിത്തീറ്റയ്ക്ക് അത് ബാധകമല്ല. ശരി, എങ്കിലും ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ചെറുപ്പക്കാർ ഇതിലേക്ക് വരുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഈ കാർഷിക മേഖല ഒരു വയബിളായ ഓപ്ഷനാണോ, ഒരു ജീവനോപാധി എന്നുള്ള നിലയിൽ? കേരളത്തിൽ നമ്മൾ അവകാശപ്പെടുന്നതല്ല, വസ്തുത തന്നെ. ഇപ്പോൾ ഏത് വികസിത രാജ്യത്തോടും കിടപിടിക്കാൻ പറ്റാവുന്ന ഹ്യൂമൻ ഇൻഡെക്സും അതുപോലെ നമ്മൾ മറ്റ് പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോയതുപോലെ തന്നെ വികസിത രാജ്യങ്ങളിൽ ക്ഷീരമേഖലയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കേരളത്തിലുണ്ട്. അതാണ് ഞാൻ ആദ്യം ഇവിടെ ചെറുപ്പക്കാരി മേഖലയിൽ വരുന്നില്ലെന്ന് പറഞ്ഞത് ഒരു കാര്യം അതാ. കാരണം നമ്മൾ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ സാമാന്യം വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ ഭേദപ്പെട്ട ജോലി, പ്രത്യേകിച്ചിട്ട് IT യിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിട്ട് ജോലിയൊക്കെ കിട്ടിപ്പോയാൽ അവർ ഈ മേഖലയിൽ വന്ന്
അവർക്ക് ആ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചിട്ടുള്ളൊരു വരുമാനമില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പ്രയാസം വരും. അപ്പോൾ അവർക്കതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടാവുന്ന വിധത്തിൽ നമുക്ക് വളർത്തിയെടുത്താലേ ക്ഷീരമേഖലയിൽ ചെറുപ്പക്കാർ വരുള്ളൂ. ഇതൊക്കെ പറയുമ്പോഴും സാമാന്യവൽക്കരിച്ചല്ലെങ്കിലും നമുക്ക് ഒട്ടനവധി ചെറുപ്പക്കാർ ഈ മേഖലയിൽ ഇതുകൊണ്ട് വലിയ തോതിൽ ജീവിതമാർഗം ഉണ്ടാക്കി പോകുന്നതും നമ്മുടെ മുമ്പിലുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് വയനാട്ടിലെ കുറേ കേസുകൾ പറയാം, പാലക്കാട് ജില്ലയിലെ കുറേ കേസുകൾ എടുത്ത് പറയാം, പ്രത്യേകിച്ച് ചിറ്റൂർ മേഖലയിൽ ചെറുപ്പക്കാർ ഈ മേഖലയിൽ അതിൽ ഒരു സംഘത്തിൽ, ചിറ്റൂരിലെ ഒരു സംഘത്തിൽ 25,000 ലിറ്ററിലധികം 26,000 ലിറ്റർ ഒരു സംഘം മാത്രം സംഭരിക്കുന്ന ഒരു സംഘത്തിൽ 42 ചെറുപ്പക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ട് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ 1-2 ചെറുപ്പക്കാർ IT മേഖലയിൽ വലിയ ജോലി ഉണ്ടായിരുന്നവരും എൻജിനീയറിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞവരും അതൊക്കെ മതിയാക്കി നമ്മളെ അച്ഛൻ്റെ തോട്ടങ്ങളൊക്കെ നോക്കി കൃഷിയൊക്കെ നോക്കി ഈ മേഖലയിൽ നിന്നാൽ എനിക്ക് ഒരു മാസം സുഖമായിട്ട് 1,00,000 രൂപ ഞാനതിൽ ഉണ്ടാക്കുന്നുണ്ട്, മറ്റൊരാളുടെ കീഴിൽ ജോലി എടുക്കാതെ സ്വതന്ത്രമായിട്ട് എനിക്ക് എൻ്റെ കൃഷിയും അച്ഛനെ സഹായിച്ചുകൊണ്ട് പോയി ഇവിടെ നിന്നാൽ 1,00,000 രൂപ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിന് ജോലിക്ക് പോകുന്നു എന്ന് ചോദിക്കുന്ന കുറേ ഉണ്ട്. പക്ഷെ അത് സാമാന്യവൽക്കരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്, നമുക്ക് ഉദാഹരണങ്ങളുണ്ട്.